തമിഴ്നാട്ടിൽ ധാരണയാകാതെ കോൺഗ്രസ് DMK സീറ്റ് ചർച്ച 45 സീറ്റുകൾ വേണമെന്ന കോൺഗ്രസ് ആവശ്യം DMK അംഗീകരിച്ചില്ല. കഴിഞ്ഞ തവണ നൽകിയ 25-ൽ കൂടുതലായി ഒരു സീറ്റും നൽകില്ലെന്ന നിലപാടിലാണ് DMK. സഖ്യകക്ഷികളുമായി DMK ചർച്ച തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, സീറ്റ് ചർച്ച ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഇപ്പോൾ തുടരുന്ന ചർച്ചകൾ അതിനൊരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അനുശ്രീ, ഞായറാഴ്ച മുതലാണ് DMK സഖ്യകക്ഷികളുമായി ചർച്ച തുടങ്ങിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നപ്പോൾ ചർച്ചകൾ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഞായറാഴ്ച വിവിധ പാർട്ടികളുമായി കൂടിക്കാഴ്ച നടത്തി. KC വേണുഗോപാൽ, AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആ ദിവസം ചെന്നൈയിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിനൊപ്പം ഛത്തീസ്ഗഡ് മുൻ ഉപമുഖ്യമന്ത്രി TS സിംഗ്ദേവും ഉണ്ടായിരുന്നു. MK സ്റ്റാലിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ കൂടുതൽ സീറ്റ് എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം ഇന്നലെ തമിഴ്നാടിൻ്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ഗിരീഷ് ചോഡൻകരും നേതാക്കളുമായി, പ്രത്യേകിച്ച് കനിമൊഴിക്കാണ് ഈ സീറ്റ് ചർച്ചകളുടെ ചുമതല നൽകിയിരിക്കുന്നത്, ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലും 45 സീറ്റ് വേണം എന്നൊരാവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ തവണ മത്സരിച്ചത് 25 സീറ്റുകളിലായിരുന്നു. കോൺഗ്രസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ 25 സീറ്റിൽ മത്സരിച്ചു, അതിൽ 18 ഇടത്ത് വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചു. മറുവശത്ത് DMK 173 സീറ്റിലാണ് മത്സരിച്ചത്. 133 ഇടത്താണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. 40 സീറ്റുകളിൽ പരാജയപ്പെട്ടു. ഈ 40 സീറ്റുകളിൽ പരാജയപ്പെട്ട സീറ്റുകളിൽ ഭൂരിഭാഗവും ADMKയുമായാണ് പരാജയപ്പെട്ടത്. അതിൽ ചില സീറ്റുകൾ, ഏതാണ്ട് 20 സീറ്റുകൾ കോൺഗ്രസ് നൽകുകയാണെങ്കിൽ അവിടെ വിജയ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന് അവിടെ സ്വാധീനമുള്ള മേഖലയാണ് എന്ന വാദമൊക്കെ തന്നെയാണ് നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ DMK പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ കൂടുതൽ സീറ്റുകൾ നൽകാൻ ഇത്തവണ കഴിയില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തേത് വ്യത്യസ്തമായി കൂടുതൽ പാർട്ടികൾ ഇത്തവണ മുന്നണിയുടെ ഭാഗമാണ്. DMDK മുന്നണിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സീറ്റ് നൽകേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ നൽകാൻ കഴിയില്ല. പകരം ഈ പാർട്ടികളൊക്കെ തന്നെ വിട്ടുവീഴ്ച ചെയ്യണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KC വേണുഗോപാൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഹൈക്കമാൻഡിൻ്റെ ഒരു നിർദ്ദേശം MK സ്റ്റാലിനെ അറിയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് വേണം എന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ DMK 25 എന്നുള്ളത് 27 നിയമസഭാ സീറ്റുകൾ കോൺഗ്രസ് നൽകിയേക്കും, ഒരു രാജ്യസഭാ സീറ്റും നൽകും. അങ്ങനെയാണെങ്കിൽ പവൻ ഖേരയെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ, മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലേക്കായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം ഏതായാലും കടക്കുന്നുണ്ടാവുക. അത്തരം വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ലീഗുമായും ചർച്ചകൾ DMK പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലീഗ് കഴിഞ്ഞ തവണ മത്സരിച്ചത് 3 സീറ്റിലായിരുന്നു. ഇത്തവണ അവർ ആവശ്യപ്പെട്ടത് 5 സീറ്റിലാണ്. പക്ഷേ DMK ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് 2 സീറ്റുകൾ നൽകാമെന്നാണ്. കാരണം കഴിഞ്ഞ തവണ 3 സീറ്റിലും ലീഗ് പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ ഇത്തവണ വിട്ടുവീഴ്ച വേണം എന്നൊരു നിലപാടിലാണ് DMK ഉള്ളത്. ഇടതു പാർട്ടികളുമായും ഇനി ചർച്ച നടത്തേണ്ടതുണ്ട്. ഇടതു പാർട്ടികൾ ഏതായാലും രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുമെന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നെങ്കിൽ പോലും അതില്ല എന്നിപ്പോൾ സംസ്ഥാന നേതൃത്വം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏതായാലും DMK പാർട്ടികൾ സഖ്യകക്ഷികളുമായുള്ള ചർച്ചകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. അനുശ്രീ, ശരി. രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.